ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിലുള്ള പേഴ്സണലായിട്ടുള്ള ഫോട്ടോസുകൾ അല്ലെങ്കിൽ വീഡിയോസുകൾ അതുപോലെ മറ്റു ഏതെങ്കിലും രഹസ്യ വിവരങ്ങളടങ്ങിയ ഒരു ഫോൾഡർ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു രീതിയാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനെയാണ് പരിചയപ്പെടുന്നത്. പ്രത്യക്ഷത്തിൽ ഒരു കാൽക്കുലേറ്ററിൻ്റെ ആപ്ലിക്കേഷനും ഉപയോഗം കാൽക്കുലേറ്റർ തന്നെ ആയ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കൂടെയായിട്ട് ചേർക്കുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഓപ്പൺ ചെയ്യുന്ന സമയത്തിന് നിങ്ങളിവിടെ ചെയ്യേണ്ടത് പാസ്വേഡ് എന്ന രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഇട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഉദാഹരണത്തിന് നോക്കാം, നിങ്ങൾക്ക് ഒരു കൂട്ടുകയോ കുറക്കുകയോ എന്തോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. അത് അവിടുത്തെ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനാണ്. നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. മിനിമം 2 അക്കമുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പറോ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അക്കം വെച്ച് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അക്കം വെച്ച് ക്രിയേറ്റ് ചെയ്ത ശേഷം താഴെയായിട്ട് കാണുന്ന ഈ യെല്ലോ ഭാഗത്ത് കാണുന്ന സമം ബട്ടൺ ക്ലിക്ക് കൺഫേം ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അതായത് കൺഫേം പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതേ പാസ്വേഡ് തന്നെ വീണ്ടും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സമം എന്നുള്ള ഭാഗം വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഇവിടെയായിട്ട് എൻ്റർ ദ സെക്കൻഡറി പാസ്വേഡ്, അതായത് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് എന്തെങ്കിലും മറന്നു പോവുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡറി പാസ്വേഡായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ, സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. പക്ഷേ നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ കാൽക്കുലേറ്ററാണ്. ഇനി നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഗാലറിയിലുള്ള ഒരു ഫയൽ നമുക്കിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട്സ് എന്നുള്ള ഒരു ഫോൾഡർ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഈ സ്ക്രീൻഷോട്ട്സ് എന്നുള്ള ഫോൾഡർ നമുക്ക് ഹൈഡ് ചെയ്യണം. അത് എങ്ങനെയെന്നോ അതിനായിട്ട് വീണ്ടും ആ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് അത് ക്ലിക്ക് ചെയ്ത ശേഷം സമം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് ഇവിടെയായിട്ട് ഇതുപോലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഹൈഡ്, അൺഹൈഡ്, അപ്പം ഫ്രീസ്, ആപ്ലിക്കേഷനുകൾ ഫ്രീസ് ചെയ്യാൻ അതിനായിട്ട് റൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹൈഡ് ഫയൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോൾഡർ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് പിക്ചേഴ്സ് എന്നുള്ള ഫോൾഡറിലാണ് സ്ക്രീൻഷോട്ട് എന്നുള്ള ഭാഗം ഉള്ളത്. സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്തു. ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു. PNG എന്നുള്ളതാണ്, അത് സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ അത് ഹൈഡ് ആയെന്ന് കാണിക്കും. ഇനി നമുക്കൊന്ന് ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് എന്നുള്ള ഫോൾഡർ ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഇവിടെ ആയിട്ട് വാട്സപ്പ് ഇമേജിൻ്റെ സമീപത്തായിട്ട് കണ്ടിരുന്ന ആ സ്ക്രീൻഷോട്ട്സ് എന്നുള്ള ഫോൾഡർ പോയതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ഫയലുകളും നിങ്ങൾക്ക് ഹൈഡ് ചെയ്തെടുക്കുവാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അപ്പം തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അതിൽ നമുക്ക് സാധാരണ ഒരാൾക്കും ഇൻ്റർഫേസ് എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കുക കാൽക്കുലേറ്റർ തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്.